ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ബാലഭാസ്കറിൻ്റെ വൈഫ് ലക്ഷ്മീൻ്റെ ഒരു ഇൻ്റർവ്യൂവിനെ കുറിച്ചിട്ടാണ്. ഇന്ന് വൈകിട്ട് 6:30 ഇൻ്റർവ്യൂ പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. മനോരമ ന്യൂസ് ചാനലിലാണ് ഇൻ്റർവ്യൂ വരുന്നത്. അപ്പോൾ അത് വന്ന ശേഷം വിശദമായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ ലക്ഷ്മി പറയുന്ന ചില ക്ലിപ്സൊക്കെ ഇപ്പോൾ ന്യൂസിലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് ലക്ഷ്മി പറയുന്നതെന്ന് അത് നിങ്ങൾ കേട്ടു നോക്കൂ. എന്താ പറയണ്ടേ, എന്നെ സംബന്ധിച്ച് ഞാനൊരു വളരെ സാധാരണക്കാരിയായ സ്ത്രീയാണ് ജയ. എനിക്ക് ഒരാൾക്കും എന്നെ ഭീഷണിപ്പെടുത്തി ഈ ഒരു കാര്യം പറയിക്കാനോ സമ്മർദ്ദം ചെലുത്താനോ മിണ്ടാതിരുത്താനോ ഒന്നും പറ്റില്ല. കാരണം എനിക്ക് വേറൊന്നും നോക്കാനില്ലല്ലോ. എനിക്ക് എന്താണ് നോക്കാനുള്ളത്? എൻ്റെ ഹസ്ബൻഡിൻ്റെയും എൻ്റെ മോളുടെയും മുഖം മാത്രം ആലോചിച്ചാൽ മതി. ഈ അപകടം നടന്നിട്ട് ഇപ്പോൾ 6 വർഷമായി. ഈ 6 വർഷമായിട്ടും ലക്ഷ്മി ഒരു ഇൻ്റർവ്യൂ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഇപ്പോൾ കൊടുക്കാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ ഇത് CBIയോടെല്ലാം 2 തവണ മൊഴിയെടുക്കലും കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷേ ബാലഭാസ്കറിനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നതെന്ന് ലക്ഷ്മി എടുത്ത് പറയുന്നുണ്ട്. എല്ലാവരും എന്നെ വിശ്വസിക്കണമെന്നൊന്നുമില്ല, പക്ഷെങ്കിൽ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നതെന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. ഇതിനിടെ തന്നെ ലക്ഷ്മി കുറേ വിവാദങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ലക്ഷ്മി ഇതുവരെ ഒരു മീഡിയക്ക് മുന്നിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒന്നും തുറന്ന് പറഞ്ഞിട്ടില്ല. ഇതുവരെ വാ തുറന്നിട്ടില്ല എന്നുള്ള ഒരു പരാതിയാണ്. അതുകൊണ്ട് തന്നെ ലക്ഷ്മിയെ കുറ്റക്കാരിയാക്കിയിട്ടാണ് എല്ലാവരും കാണുന്നത്. പിന്നെ ഈ ലക്ഷ്മി CBIനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നാണ് ലക്ഷ്മി പറയുന്നത്. 2 തവണ മൊഴി എടുത്തിട്ടുണ്ട്. ആ മൊഴിയിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഈ ഇൻ്റർവ്യൂവിൽ ലക്ഷ്മി എല്ലാവരോടുമായിട്ട് തുറന്ന് പറയുന്നത്. ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞാലും കുറേ വിവാദങ്ങൾ ഉണ്ടാവും ലക്ഷ്മിക്ക് അറിയാം. പക്ഷേ എന്നാലും ലക്ഷ്മി അത് തുറന്ന് പറയാൻ തയ്യാറായിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരം 6:30 മനോരമ ന്യൂസിൽ. പിന്നെ ലക്ഷ്മി മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലക്ഷ്മി ആ ആക്സിഡൻ്റ് ആകുന്ന സമയം നല്ല ഉറക്കമായിരുന്നു. പക്ഷേ നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഉറങ്ങിയില്ല. കാരണം മോള് ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി ഉണരുന്നത് കൊണ്ട് ലക്ഷ്മിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അർജുൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് കാർ ഓടിച്ചത്, ബാലഭാസ്കർ അല്ല. അങ്ങനെയാണ് അപകടം നടന്നിട്ടുള്ളതെന്നാണ് ലക്ഷ്മി മുമ്പ് പറഞ്ഞിട്ടുള്ളത്. അതുതന്നെയാണോ ഈ ഇൻ്റർവ്യൂവിലും ലക്ഷ്മി പറയുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് ലക്ഷ്മി പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ആക്സിഡൻ്റ് ആയിട്ട് അവിടെ ബാലഭാസ്കർ ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം കിടന്നായിരുന്നല്ലോ. അപ്പോൾ ബാലഭാസ്കർ എന്ന വ്യക്തി ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ ഒന്ന് മരിച്ചെങ്കിലെന്ന് ബാലഭാസ്കർ ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷേ ലക്ഷ്മി ഒരു ഭാര്യ എന്ന നിലയ്ക്ക് ലക്ഷ്മി ആഗ്രഹിച്ചത് അങ്ങനെയെങ്കിലും എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയാൽ മതി എന്നുള്ള അർത്ഥത്തിലാണ് ഇന്ന് ലക്ഷ്മി ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് അതൊന്ന് കേൾപ്പിച്ചു തരാം. പറ്റിയിട്ട് ബാലഭാസ്കർ ചിന്തിക്കുകയോ പേടിക്കുകയോ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ജീവനോണ്ടിരുന്നാൽ മതിയായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കും. പക്ഷെ അദ്ദേഹം ബാലഭാസ്കർ എന്ന മ്യൂസിഷ്യൻ ആഹ്ലാദിക്കും. അദ്ദേഹത്തിന് അങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കേണ്ടി വന്നില്ല എന്നുള്ളത് ഒരു മ്യൂസിഷ്യൻ എന്ന നിലയ്ക്ക് കുറച്ച് സെൽഫിഷാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ആഗ്രഹിക്കില്ല. അപ്പോൾ എല്ലാവരും കേരളക്കര ഒട്ടാകെ നമ്മുടെ ലക്ഷ്മീൻ്റെ ആ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 6:30 മനോരമ ന്യൂസ് ചാനലിലൂടെ അത് വരുന്നത്. അപ്പോൾ എല്ലാവരെ പോലെ ഞങ്ങളും ആകാംക്ഷയോടെ തന്നെയാണ് കാത്തിരിക്കുന്നത് എന്താണ് ലക്ഷ്മി പറയാൻ പോകുന്നതെന്ന് കേൾക്കാനായിട്ട്. അപ്പോൾ ഇനി അതിന് ശേഷം നമ്മൾ ഇതുമായിട്ട് ഈ ഇൻ്റർവ്യൂ ലക്ഷ്മിയുടെ ഇൻ്റർവ്യൂ കണ്ട ശേഷം ഞങ്ങളുടെ അഭിപ്രായം ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. പിന്നെ ലക്ഷ്മിക്ക് കുറേ വിവാദങ്ങൾ നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞല്ലോ. അതിൽ ഒന്ന് എന്ന് വെച്ചാൽ ഈ ബാലഭാസ്കർ മരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ മരിച്ചെങ്കിൽ മരിച്ചു, ഇനി ഞാൻ അതും ആലോചിച്ചിരിക്കാൻ പോകുന്നില്ല എന്നൊക്കെയുള്ള കുറേ ഗോസിപ്സുകൾ ലക്ഷ്മിക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ലക്ഷ്മി പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അന്ന് ആ സംഭവം നടക്കുമ്പോൾ എൻ്റെ കണ്ണിൽ കണ്ട എന്താണോ അതാണ് ഞാൻ പറയാൻ പോകുന്നതെന്ന് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. അത് കാത്തിരിക്കാം നമുക്ക്. അത് കണ്ടതിന് ശേഷം നമ്മളൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഞങ്ങൾക്ക് ഇപ്പോൾ ഇത്രയേ പറയാനുള്ളൂ. അതിനുശേഷം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.